ഈ സമസ്ത EK-ആയും AP-ആയും പിരിയുന്ന കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. നോക്കൂ, ആ നിലയിലുള്ള ഒരു സംഘർഷമായി ഇത് പരിണമിച്ചിട്ടുണ്ടോ? അന്നും ഇങ്ങനെ സത്യത്തിൽ 87-88 കാലത്താണ് AP EK പിന്നെ സംഘർഷങ്ങൾ പിന്നെ ഒരു എന്താ പറയുക രണ്ട് ഗ്രൂപ്പായിട്ട് രണ്ട് പ്രസ്ഥാനങ്ങളായിട്ട് മാറുന്നത്. അന്ന് യഥാർത്ഥത്തില് കാന്തപുരം ഒരു വലിയ ശക്തിയായിട്ട് ആരും കണ്ടിരുന്നില്ല. 87 തെരഞ്ഞെടുപ്പിൽ അരിവാൾ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ അവർ കളിയാക്കുക ഉണ്ടായത്. പക്ഷെ ഇന്നിപ്പോ അവസ്ഥ എന്താണ്? മലബാറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാന്തപുരത്തിന്റെ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാന്തപുരത്തിന്റെ സ്ഥാപനങ്ങൾ മലബാറിലെങ്ങും വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട്. അവരൊരു എഡ്യൂക്കേഷൻ വിറ്റ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വയനാട്ടിലേക്ക് പോണ വഴിയിൽ അവരുടെ എഡ്യൂക്കേഷൻ വിറ്റ് ഒരു വലിയ സ്ഥാപനമാണ്. പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ കാന്തപുരം വിജയിച്ചു. മറുഭാഗത്ത് ആ വിജയം കാണുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിറ്റിയിലെ യങ്ങർ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നേട്ടം കിട്ടും, ആ ഒരു കാര്യം നോക്കിയാൽ കാന്തപുരത്തിന് കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പുതിയ പ്രസ്ഥാനം, ഈ പുതിയ തരത്തിലുള്ള എന്താ പറയുക ഉൾപ്പിരിവുകൾ, AP EK വിഭാഗത്തിലുള്ള ഉൾപ്പിരിവുകൾ, എനിക്ക് തോന്നുന്നത് ഇന്ന് ഒരു വലിയ വിഷയമായിട്ട് ലീഗ് കാണുന്നില്ലെങ്കിലും അത് വളരെ ഗൗരവമുള്ള ഒരു വികസനമായിട്ടാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ, നന്ദി സഹകരിച്ചതിന്.